മുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാക്കളും മാത്രം അറിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡീലിംഗ് ആണ് PM ശ്രീയുടെ നടന്നിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടാൽ രാജിവെക്കണം എന്നുള്ളതാണ് CPM ധാരണ. എല്ലാം വളരെ രഹസ്യമായി പദ്ധതി തയ്യാറാക്കി ഗൾഫിലേക്ക് വിമാനം കയറിയ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒന്നടങ്കം മോദിക്കും സംഘപരിവാറിനും തൂക്കി വിൽക്കുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയെ പോലും അറിയിക്കാതെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഒപ്പിടാൻ ചുമതലപ്പെടുത്താൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അഭിമാനവും അന്തസ്സുമുള്ള ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടിയെങ്കിൽ ആ പദവി പിണറായി വിജയന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയേനെ. അതിനുള്ള കപ്പാസിറ്റിയും ഒരു മന്ത്രിക്കുമില്ല. അയ്യപ്പന്റെ സ്വർണം മുതൽ ലൈഫ് മിഷനിലെ വീടിന് വരെ മോഷണം നടത്തിയ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഇങ്ങനെ നായയുടെ ജന്മവുമായി കാത്തുകിടക്കുന്നതിന് പകരം ഇട്ടെറിഞ്ഞു പോകാനുള്ള ആംബിയർ ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന വാർത്ത മുഴുവൻ കേൾക്കാൻ ഒരു മന്ത്രിയും ഒരു പാർട്ടി മുന്നണിയും തയ്യാറാകുമായിരുന്നില്ല. അതായത് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ കരാറിൽ സർക്കാർ ഒപ്പിട്ടത് അതീവ രഹസ്യമായിട്ടാണ്. കരാറിൽ ഒപ്പുവെക്കുന്ന കാര്യം CPM മന്ത്രിമാരും CPMന്റെ മുതിർന്ന നേതാക്കളും അറിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. CPM മന്ത്രിമാർ ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. CPM നേതാക്കളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ല. ഒരു കൂടിയാലോചനയും നടത്താതെയാണ് പിണറായി വിജയന്റെ തീരുമാനം. ഒരു മന്ത്രിയും അറിയാത്ത സ്ഥിതിക്ക് ഇതിന് സർക്കാരിന്റെ തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അനുനയ നീക്കവുമായി രംഗത്ത് വരികയും ചെയ്യുന്ന CPM നേതാക്കളുടെ ഗതികേട് സഹിക്കാൻ പറ്റാത്തതാണ്. മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ PM ശ്രീ വിവാദത്തിൽ ഉലഞ്ഞ് LDF നേതൃത്വം തകരുകയാണ്. ഫണ്ടിന് വേണ്ടി നയം മാറ്റാനാകില്ലെന്ന് CPI ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന CPM വാദം അപ്രസക്തമാവുകയാണ്. ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് CPI ആവശ്യം. എന്നാൽ തന്റെ തട്ടിപ്പ് അംഗീകരിക്കാൻ തയ്യാറാവാത്ത CPIയെ നേരിട്ട് കാണുകയാണ് പിണറായി. വിവാദത്തിൽ CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുമെന്നാണ് സൂചന വരുന്നത്. രാജേന്ദ്രൻ നേതൃത്വം നൽകിയ CPI പണം കൊടുത്ത് നിയന്ത്രിച്ചപ്പോൾ ബിനോയ് വിശ്വം അതിന് തയ്യാറാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കോടികൾ ചെലവിട്ട് നടത്തുന്ന കേന്ദ്ര പദ്ധതിയിൽ നിന്ന് നല്ലൊരു തുക CPIക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബിനോയ് വിശ്വം പിന്മാറുമെന്നാണ് ചിലരുടെ അഭിപ്രായം. ഇനി ഭരണം പോയാൽ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതാകാൻ പോകുന്ന CPIയെ സാമ്പത്തികമായി ഭദ്രമാക്കി തരാം എന്നതായിരിക്കും CPIക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഓഫർ എന്നാണ് അറിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയെയാണ് വിഷയത്തിൽ CPI ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് എന്നിരിക്കെ അതേ മന്ത്രിയെ തന്നെ നേരിട്ടിറക്കി സമവായത്തിന് ശ്രമിക്കുന്ന CPM എല്ലാം കച്ചവട കണ്ണിലൂടെയാണ് കാണുന്നത്. അങ്ങനെ 10-ാം തീയതി അമിത്ഷായുമായും മോദിയുമായും ചർച്ച നടത്തി 16-ാം തീയതി എല്ലാം പരസ്പരം അംഗീകരിച്ചു. 23-ന് ഒപ്പിടുന്ന സമയത്ത് 22-ാം തീയതി ഒരു മന്ത്രിസഭാ യോഗം നടന്നിരുന്നു. അതിൽ ഒരു മന്ത്രിമാരോടും ഇക്കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നിമിഷം പോലും ബാക്കി വെക്കാതെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സർക്കാർ രാജിവെക്കേണ്ടതാണ്. ഇത്രയും വലിയ രഹസ്യം പുറത്തു വന്നതോടുകൂടി 27-ാം തീയതി CPIയുടെ മന്ത്രിമാർ രാജിവെക്കാനും സാധ്യതയുണ്ട്. എന്നാൽ CPIയെ മാത്രം ബലിയാടാക്കേണ്ടെന്നും എല്ലാം നശിപ്പിച്ച പിണറായി തന്നെ രാജിവെച്ച് മാതൃക കാട്ടണമെന്നുള്ള പ്രവർത്തകരുടെ ആവശ്യം ശക്തമാവുകയാണ്.